നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം വർദ്ധിച്ചു വരികയാണ്. വെടിനിർത്തൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നിലവിലുണ്ട്. എങ്കിൽ പോലും പശ്ചിമേഷ്യയിലെ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ രീതിയിൽ വെടിനിർത്തൽ ലംഘനവുമുണ്ടായി. ചെറിയ രീതിയിൽ എന്ന് പറയാൻ കഴിയില്ലെങ്കിലും വ്യാപകമായ വെടിനിർത്തൽ ലംഘനമുണ്ടായില്ല. പക്ഷേ ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ തവണ ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഇതിൽ ആദ്യ ആക്രമണം നടന്നത് ഇറാന്റെ ഭാഗത്ത് നിന്നാണ്. ഇറാൻ അമേരിക്കയുടെ അഭിമാനമായ ഒരു ഹെലികോപ്റ്റർ വെടിവെച്ച് താഴെയിട്ടു. ആ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് വലിയ കാര്യമൊന്നുമല്ല എന്നാണ് അമേരിക്ക ആദ്യം പ്രതികരിച്ചത്. 2 പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അപകടം വലിയ കാര്യമൊന്നുമല്ല. ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ഹെലികോപ്റ്ററിനെ ഇറാൻ തകർത്തത് എന്നാണ് വിവരം. പക്ഷേ അമേരിക്ക ആ ഹെലികോപ്റ്ററിനെതിരായിട്ടുണ്ടായ ആക്രമണത്തിൽ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അമേരിക്ക അതിന് തിരിച്ചടിച്ചു. അതിശക്തമായി തന്നെ ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഡ്രോൺ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളെയും റഡാർ സ്റ്റേഷനുകളെയും എല്ലാം ആക്രമിച്ചു തകർത്തു. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയായി. അമേരിക്കൻ വിമാനങ്ങളെയും അമേരിക്കൻ ഡ്രോണുകളെയും എല്ലാം ലക്ഷ്യമിട്ടിരുന്ന ഈ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെയാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണം നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ നിലയുറപ്പിച്ചിരിക്കുന്ന തങ്ങളുടെ നാവികസേനയ്ക്ക് ഭീഷണിയാണ് ഇത്തരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങളെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമേരിക്ക ശക്തമായ ആക്രമണം ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നടത്തിയത്. എന്നാൽ അതിന് മറുപടിയായി വീണ്ടും ഇറാന്റെ ആക്രമണം നടന്നിരിക്കുന്നു. ഇത്തവണ പക്ഷേ ഇറാൻ പതിവ് പോലെ നേരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞിരിക്കുകയാണ്. 21 ഇടങ്ങളിലാണ് US ബേസ്, ജോർദാനിലെ അമേരിക്കൻ ബേസ്, അതോടൊപ്പം തന്നെ കുവൈറ്റ്, ബഹ്റിൻ, മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ എന്നിവിടങ്ങളിലൊക്കെയുള്ള US മിലിറ്ററി ബേസുകളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. 21 കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്നാണ് സൂചന. ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഈ ആക്രമണത്തിന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട്. അതായത് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ കൊണ്ടും കൊടുത്തും ഇങ്ങനെ വീണ്ടും മുന്നേറാൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യം അമേരിക്കയുടെ ഹെലികോപ്റ്റർ തകർക്കുന്നു. അതിന് മറുപടിയായി റഡാർ സ്റ്റേഷനുകളും സൈനിക കേന്ദ്രങ്ങളും അമേരിക്ക തകർക്കുന്നു. പക്ഷെ അതിന് മറുപടിയായി ഇറാൻ വീണ്ടും ആക്രമണം നടത്തുന്നു. 21 കേന്ദ്രങ്ങളിലാണ്, അമേരിക്കയുടെ മിലിറ്ററി ബേസുള്ള 21 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ആക്രമണം തുടങ്ങി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഏപ്രിൽ മാസത്തിലാണ് വെടിനിർത്തൽ നിലവിൽ വന്നത്. അമേരിക്ക ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ആ വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ ചില തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. അമേരിക്കയാകട്ടെ ഇറാന്റെ എല്ലാവിധ പ്രകോപനങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാനെ ഇനിയും ആക്രമിക്കണം എന്നാണ് ഇസ്രായേൽ സൈന്യം പോലും പറയുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇറാനെ ദയയില്ലാതെ ഇനിയും പ്രഹരിക്കണമെന്നാണ്. കാരണം ഇറാന് ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ ഇല്ലാതാക്കാനുള്ള കരുത്തുണ്ട്. ആ കരുത്ത് നമുക്ക് ഇനിയും ഇറാന്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൂടാ. ആണവായുധങ്ങൾ നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇറാൻ അത് ഉടനെ എടുത്ത് പ്രയോഗിക്കുമെന്നുറപ്പാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണമെന്നാണ് ഇസ്രായേൽ ന്യായീകരിക്കുന്നത്. പക്ഷേ അങ്ങ് ആക്രമണം നടത്തി മുന്നേറാൻ അമേരിക്ക ഒരുക്കമല്ല. പകരം ഇറാന്റെ തുറമുഖങ്ങളെ ഉപരോധിച്ചുകൊണ്ട് സാമ്പത്തികമായി ഇറാന്റെ കഴുത്ത് ഞെരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ എണ്ണ വ്യാപാരം മുടങ്ങിയിരിക്കുന്നു. എണ്ണ വ്യാപാരം മുടങ്ങിയത് കാരണം വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം നിലച്ചിരിക്കുന്നു. ഇത് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഈ സമ്മർദ്ദമാണ് ചർച്ചകളിലേക്കും സമാധാന ഉടമ്പടികളിലേക്കുമൊക്കെ പിന്നീട് നീങ്ങിയത്. ആദ്യം പാകിസ്ഥാനാണ് മധ്യസ്ഥം വഹിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മധ്യസ്ഥം വഹിക്കുന്നു. പക്ഷേ അങ്ങനെ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് ശരിയാണോ എന്നത് ഇറാനും ചിന്തിക്കേണ്ടതാണ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.